അവൻ്റെ ബോക്സ് ഊരിപ്പോയി കേട്ടോ. ഊമ്പി ഭാഗ്യം. ക്ലാമ്പൊന്നും പൊട്ടിയില്ല. കൊണ്ടുപോയി. കൂടെ വെച്ച് പോസ്റ്റ് കിട്ടിയതാ. ഈ ഒരു കട്ടർ KP എടുക്കുന്ന സമയത്ത് ബോക്സ് ഇളകി തെറിച്ച്. എന്തോ ഭാഗ്യം ബോക്സിന് ഡാമേജ് ഒന്നുമില്ല. പിന്നെ നമ്മൾ ലോക്ക് ഓൾറെഡി ഇട്ടിട്ടുണ്ട്, എന്നാലും ഇളകിപ്പോയി. എന്താണ് റീസൺ എന്നറിയില്ല. എന്നാലും ഇപ്പോൾ ലോക്ക് ഇട്ടിട്ട് ജസ്റ്റ് ബഞ്ചി റോപ്പിൻ്റെ ഒരു സപ്പോർട്ടും കൂടെ ഇട്ടിട്ടുണ്ട്. എന്തായാലും കട്ടർ ചവിട്ടി പോയിനെ. അപ്പോൾ മണാലി കഴിഞ്ഞിട്ട് പിന്നെ സെർച്ചുവിന് കുറച്ച് മുമ്പായിട്ട്, അതായത് ഒരു 10-19 കിലോമീറ്റർ ഉണ്ട്. 50 കിലോമീറ്റർ മുമ്പാണ് ലാസ്റ്റ് പമ്പ്. അപ്പോൾ ലേയിലോട്ട് ഫ്യൂവൽ കൊണ്ടുപോകണ വണ്ടികളാണ് കുറേ ഫ്യൂവലിങ് കൊണ്ടുപോകണ വണ്ടികളാണ്. അതോ ഫ്രണ്ടിൽ വേറെ ഉണ്ട്. കാര്യം 345 കിലോമീറ്റർ പിന്നെ പമ്പില്ല. നമ്മൾ പെട്രോളൊക്കെ അവിടെ നിന്ന് ക്യാരി ചെയ്തിട്ടാണ് വന്നത്. കാര്യം നമ്മളെ വണ്ടിയൊക്കെ 250 കിലോമീറ്റർ ഫുൾ ടാങ്കി ഓടും. അവിടെ നിന്ന് ഫുൾ അടിച്ചിട്ട് ഒരു 10 ലിറ്റർ കൂടെ മേടിച്ചു. കാര്യം ആലോചിച്ച് നോക്കിയാൽ അതൊക്കെ ഒരു സംഭവം തന്നെയല്ലേ. 355 കിലോമീറ്റർ പിന്നെ പമ്പൊന്നും ഇല്ല എന്ന് പറയുന്നത്. പക്ഷെ മുമ്പ് ഷോപ്പുകളും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം എല്ലായിടത്തും മാഗി കടയും ബിസ്ക്കറ്റൊക്കെ കിട്ടുന്ന ഷോപ്പുകൾ ഇപ്പോൾ ഉണ്ട്. പക്ഷെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ സെർച്ചു ടോട്ടൽ മണാലിയിൽ നിന്ന് പിന്നെ ഒരു 500 സംതിങ് കിലോമീറ്റർ ആണ് നമുക്ക് ലേയിലോട്ടുള്ളത്. അതിൽ സെർച്ച് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഇപ്പം നമ്മൾ എടുത്ത സെർച്ച് കഴിഞ്ഞാൽ പിന്നെ ഷോപ്പുകളും കാര്യങ്ങളൊന്നുമില്ല. അത്യാവശ്യം ഫുൾ ഓഫ് റോഡും റിസ്ക്കാണ് കൂടുതലും. പക്ഷേ മുമ്പൊക്കെ വന്നവരെ ഒരുപാട് സമ്മതിക്കണം സീരിയസ്ലി. ഇപ്പോൾ എന്ന് വെച്ചാൽ കുറച്ചൊക്കെ റോഡൊക്കെ ആയി. പക്ഷെ അന്നെന്ന് വെച്ചാൽ ഇതേ കണക്ക് കിടക്കുക. ഇതേ കണക്ക് പൊടി പറത്തി പോണ വീടുകളൊക്കെ പണ്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അതിൽ നിന്നൊക്കെയാണ് ലേയിൽ പോകണമെന്നുള്ളൊരു ആഗ്രഹമൊക്കെ വന്നത്. പക്ഷെ ഇപ്പം നമുക്ക് കുറച്ച് കുറവാണ്. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉള്ളൂ. ഫുള്ള് ഇതായത് ഇടയ്ക്കത്തെ റോഡാണ്. ഓക്കെ, എന്നാ ബ്യൂട്ടി നോക്കി. താഴെ ഒരു റിവർ ഫ്രീസ് ആയി കിടക്കണുണ്ടോ. തണുപ്പെന്ന് വെച്ചാൽ അൺസൈക്കിൾ തണുപ്പാണ് കേട്ടോ. ഞാൻ ഇത്രയൊന്നും പ്രതീക്ഷിച്ചില്ല. എനിക്ക് ബ്രീത്തിങ് ഇഷ്യൂ ഒക്കെ വന്നു. രാത്രി ആയപ്പോൾ എങ്ങനെയെങ്കിലും വീട്ടിലെത്തിയാൽ മതി എന്നുള്ളൊരു തോന്നലായിപ്പോയി. അത്രയ്ക്ക് ബ്രീത്ത് എടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി. ഞാൻ ഉറങ്ങിയത് ഏകദേശം ഒരു 4 മണിയാകും. കാരണം ആ 4 മണി വരെയും ഈ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. ഇവിടെ റോഡ് പണി നടക്കുക കുറേ ദൂരം. അതുകൊണ്ട് റോഡൊന്നുമില്ല ഫ്രണ്ടില്. അത് ഒരു ട്രാക്കേ ഉള്ളൂ. ഓപ്പോസിറ്റ് വണ്ടി വന്നു കഴിഞ്ഞാൽ അത് ഇത്ര ട്രാക്കേ ഉള്ളൂ. അപ്പുറത്തെ ട്രാക്ക് ഓപ്പൺ അല്ല. ലെഫ്റ്റ് സൈഡ് നോക്കി ജസ്റ്റ് ഒന്ന് സ്ലിപ്പായാൽ മതി, താഴെ പോവും. മരിക്കാനുള്ള ഒന്നുമില്ല എങ്കിലും ട്രാക്ക് മാറ്റി പിടിക്കാം. ഏതേലും ഒരു കല്ലിൽ കയറിയ ഒരടി അടിക്കും.
സൈഡ് ഉണ്ടാവും. ഇപ്പൊ ടാറാണ്. നിങ്ങൾ ആദ്യത്തേക്ക് ഇത് ടാറില്ലാതിരുന്നപ്പോൾ അവസ്ഥ ഓഫ് റോഡ് ആയിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇത്രയും റിസ്ക് ആയിട്ടുള്ളൊരു ഹൈറ്റിലൊക്കെയാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. ഹൈറ്റിന് താഴെ പോയി നോക്കണ്ട കേട്ടോ, സീരിയസ് ആയിട്ട്. ചില ഹൈറ്റ് ഇവിടെ നിന്ന് ചിലപ്പോൾ കയ്യാകാലം ഒടിഞ്ഞ് കിടക്കേ ഉള്ളൂ. പക്ഷേ അവിടെയൊക്കെ നല്ല ടാസ്ക്കാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നല്ല ടാസ്ക്കുള്ള സ്ഥലങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാവരും ഫ്യൂവലൊക്കെ കൊണ്ടുപോകണമുണ്ടോ. 365 കിലോമീറ്റർ കഴിഞ്ഞിട്ട് പമ്പുള്ളൂ, അതുകൊണ്ടാണ് ഫ്യൂവലൊക്കെ ക്യാരി ചെയ്യുന്നത്. ഓക്കെ, സ്ലോപ്പ് ഉണ്ട്. ജസ്റ്റ് ഒരു കാറിന് പോകാനുള്ള വഴിയേ ഉള്ളൂ. ഓപ്പോസിറ്റ് വണ്ടി വന്ന് അഡ്ജസ്റ്റ് ചെയ്തൊക്കെ വേണം നമ്മൾ പോകാനായിട്ട്. ലോറികൾ വന്ന ടാസ്ക് കേട്ടോ, ഒട്ടും വീതിയില്ല. ഒരു ലോറിക്ക് പോകാനുള്ള വഴിയാ ഉള്ളത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ചില സ്ഥലങ്ങളിൽ സ്പേസ് ഉണ്ട്, ചില സ്ഥലങ്ങളിൽ ഒട്ടും സ്പേസ് ഇല്ല റൈറ്റിലൊക്കെ. അപ്പോൾ അതൊക്കെ നോക്കി വേണം പോവാൻ. ഇടയ്ക്ക് ഇവിടെ റോഡിന് വീതിയില്ല കേട്ടോ, അപ്പം ഫുള്ള് ബ്ലോക്കായി കിടക്കുക. നമുക്ക് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ നമ്മൾ ചാടിയതാ. ഒരു മലയുടെ താഴെ കൂടെ റോഡ്. എൻ്റെ മോനെ, ലോറി. സത്യമാ, ഇവിടുന്ന് ഒരു 30 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഓപ്പൺ റോഡ് കിട്ടുമെന്നാണ് പറഞ്ഞത്. അതുവരെ ഇങ്ങനെ ഓഫ് റോഡാണ്. ഇവിടാണ് കയറിയത്. ഒരു റെഡ് ബുള്ളൊക്കെ കുടിച്ച് പയ്യ വിടാനുള്ള പരിപാടിയാണ് നമ്മൾ. ആ ഒരു ഇന്റർസെപ്റ്റർ ഫുൾ ബോക്സ്, സൈഡ് ബോക്സ് ഉൾപ്പെടെ ഉണ്ട്. നമ്മൾ 3 പേര് ഇതുവഴി പോയി. ജോയൽ ഇന്റർസെപ്റ്ററും കൊണ്ട് അതുവഴി പോയി. അതുവഴി നല്ല റോഡ്. ഇത് പഴയ ലേ അടിക്കൊണ്ടിരുന്ന റോഡാണ്. എന്താവുന്നതാണ് അവിടെ 2-3 പേര് വീണിട്ടുണ്ട്. ബൈക്കേഴ്സ് കുറച്ച് പേര് അവിടെ വീണായിരുന്നു. നിന്ന് കഴിഞ്ഞാൽ പിന്നെ കയറുമെന്ന് തോന്നുന്നില്ല. ഒറ്റ സ്ട്രെച്ചിനങ്ങ് അടിച്ചതാ. ലെറ്റ്സ് സ്റ്റാർട്ട് ദി അഡ്വഞ്ചർ.
ജംഗ്ല പാസിലാണ്. 16,616 ഫീറ്റ്. അതാ ഇവിടെ അവരുടെ ടിബറ്റൻ ഫ്ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. എൻ്റെ മോ ലഡാക്ക് പോലീസ് എന്തോ മന്ത്രിയോ എന്തോ വരണുണ്ട്. ആര് ഓടിയ എത്ര പോലീസ്. അയ്യോ, മറ്റേ സിനിമയിൽ പറഞ്ഞ കണക്ക് മനസ്സും ശരീരവും തളർന്നു തുടങ്ങി. എവിടെയെങ്കിലും നിർത്തണം, അതിന് പറ്റൂല. അപ്പോൾ നമ്മൾ ലേയിലോട്ടുള്ള വഴിയിലാണ്. ഒരു ഭയാനകമായിട്ടുള്ള ഒരു കാഴ്ച കണ്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നിർത്തിയതാണ്. ഇത് വേറെ ഒന്നും അല്ലാതെ ഇത് നോക്കിയേ, ഒരു വണ്ടിയുടെ പാർട്സാ. ഇതിൻ്റെ ബാക്കി പാർട്സ് എവിടെയാണെന്നറിയോ? ഇത് അങ്ങോട്ട് നോക്കിയേ, എൻ്റെ മോനെ. അതിൻ്റെ മേളിൽ നിന്ന് ഏറ്റവും ആ ലോറി പോകണുണ്ടോ, അതിൻ്റെ മേളിൽ നിന്ന് വീണതാ. അതിൻ്റെ ബാക്കി പാർട്സൊക്കെ ഇതാ ഇവിടെയും വീണു. ഇതാ എൻ്റെ മോനെ, എങ്ങനെയുണ്ട് ഇത് കണ്ടിട്ട്? ഇല്ല എന്താ നമുക്ക് എന്തായാലും 8ന്റെ ഒരു പണി കിട്ടിയിട്ടുണ്ട്. കാര്യം ഫ്യൂല് 2 വട്ടമായിട്ടുണ്ട്. ക്രോസ് ഒക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ചുമ്മാ റോഡ് ക്രോസ് ഒക്കെ ചെയ്തിട്ട് ഉച്ച എന്നുള്ള സ്ഥലത്ത് വേണം വെയിറ്റ് ചെയ്യാൻ. കാരണം അതിൻ്റെ ഫ്യൂല് തീർന്നു. ഫ്യൂല് നമ്മുടെ താറിലാണുള്ളത്, നമ്മൾ അജിത് ബ്രോയുടെ. അപ്പോൾ നമ്മൾ 3 പേരുടെ ഉച്ചയിൽ പോകണം. അപ്പോൾ പോണ വഴിക്കുള്ള ഇവിടെയാണ് ഇത്രയെങ്കിലും എനിക്ക് തോന്നുന്നു ബ്രീത്തിങ് ഇഷ്യൂ ഒന്നും ഇല്ലാതെ നമ്മൾ ഫ്രീ ആയിട്ട് നിൽക്കുന്നത്. നമ്മൾ നല്ല താഴോട്ട് ഇറങ്ങി. ഇപ്പോൾ പാസുകളിലൊക്കെ ചെല്ലുമ്പം നല്ല ബ്രീത്തിങ് ഇഷ്യൂവും ബോഡി ഇഷ്യൂസ് കാരണം ഫോട്ടോസും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ മാക്സിമം നമ്മൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചാൽ ഫോട്ടോസും കാര്യങ്ങളും എടുക്കാനായിട്ട്. എങ്ങനെയുണ്ട് ഈ സ്പോട്ട്? നമ്മൾക്ക് ഉക്ഷയിലാണ് വെയിറ്റ് ചെയ്യേണ്ടത്. 5 കിലോമീറ്റർ ഉണ്ട് ഉക്ഷ. ലഡാക്കിലോട്ട് അവിടെ നിന്ന് 50 കിലോമീറ്റർ അത്രേ ഉള്ളൂ.
സൈഡിൽ കൂടി ഫുൾ റിവർ ക്രോസിംഗ് ആണ്. ഫസ്റ്റ് ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട്. പൊളി ഓഫ് റോഡേഴ്സിന്റെ സ്റ്റിക്കർ നമ്മൾ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. വെൽക്കം ടു ലേ എന്നുള്ള ഫസ്റ്റ് ബോർഡാണ്. വിഷ്ണു വിഷ്ണു മൊബൈൽ നമ്പറാണിത്. ഓ വെഹിക്കിൾ നമ്പർ ആയത് KL22N 932. ഉപ്സു കഴിഞ്ഞ ഇതാണ് ഇവിടുത്തെ ബ്രിഡ്ജ്. ഉപ്സുവിലോട്ട് എൻട്രി ചെയ്യണ ബ്രിഡ്ജ്. അവിടെ ചെക്ക് പോസ്റ്റിൽ 20 രൂപയൊക്കെ പാസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ഒരു ചെറിയൊരു റിവറിലോട്ട് ഇറങ്ങാനുള്ളൊരു പാസേജ് ഉണ്ട്. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട് അങ്ങോട്ടൊന്ന് ഇറങ്ങാൻ പോവുക. കാണിച്ചു തരാം. വാ ബ്യൂട്ടി. അപ്പുറത്തോ തിരിച്ചോട് സ്റ്റാൻഡേർഡ് തിരിഞ്ഞില്ല. ഹാൻഡിലും ബോഡിയിലും പിടി പറ്റും. ആദ്യം ഒരു സ്റ്റെപ്പ് പൊക്ക് മതി. അടുത്ത സ്റ്റെപ്പ് എടുത്തോ കുഴപ്പമില്ല. എടുത്തോടാ സ്റ്റാൻഡുണ്ട്. എടുത്തോ വെച്ചോ. അപ്പുറത്തോ സ്റ്റാൻഡിലിരിക്കും. നീ പോയിട്ടോ. ഇല്ല ഇവിടുത്തെ ഒരു മിലിറ്ററി ക്യാമ്പാണ് കരൂല്. ഇവിടെ ഫുള്ള് മിലിറ്ററിയുടെ വണ്ടികളും കാര്യങ്ങളൊക്കെ കിടക്കുന്നുണ്ട്. കൊള്ളംപോളി ഇവൻ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു സ്പോട്ടാണ്. കാര്യം ഫുള്ള് വണ്ടി ഓടിക്കുന്നതിൻ്റെയൊക്കെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. ട്രക്ക് ഓടിക്കുന്നതിൻ്റെ പ്രാക്ടീസ് ചെയ്യുന്നതിൻ്റെയൊക്കെ കുറേ സർക്കിളുകളും കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. ഓ അവിടെ മറ്റേ ഗുരുത്വാകർഷണമുള്ള സ്ഥലം. അയ്യോ അത് നമ്മൾ കണ്ടില്ല ചേട്ടാ. ആ അവിടെ തന്നെ അവനെ കണ്ടില്ല. അവൻ ഫ്രണ്ടിൽ പോയി. നമ്മൾ ഇടയ്ക്ക് റിവർ ക്രോസ് ഒക്കെ വീഡിയോ ഒക്കെ എടുത്ത് കാശാണിപ്പോ പെട്ടിരിക്കണം. അവിടെ 4000 എടുത്ത് വെച്ചാൽ 4000 തീർന്ന്. എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇവിടുന്ന് കഴിക്കാം. നിങ്ങൾ വെച്ചലക്കി പോന്നല്ലേ? പിന്നെ സംഭവം മറ്റേ കൂടെ കൂടിയല്ലേ മേലെ. നമ്മള് ഇടയ്ക്ക് വെച്ച് ഞാൻ പിന്നെ അവിടുന്ന് ഞാൻ ടോപ്പ് ബോക്സ് പോയോ വിളിക്കാനൊരു വഴിയില്ല. കാരണം നെറ്റ് റേഞ്ചില്ല. ഞാൻ നിങ്ങളെ വിളിക്കാൻ നോക്കി. പക്ഷെ എനിക്കുണ്ട് എയർടെൽ പോസ്റ്റർ ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഇന്നലെ താമസിച്ച റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നലെ ആ റൂമിൻ്റെ അടുത്ത് നിന്ന് തന്നെയാണ് ലേ പാസ് എടുത്തത്. ലേ പാസിന് ഒന്നിന് 470 രൂപയാണ് ഒരാൾക്ക്. അവിടെ നമുക്ക് ലേയിലെ ഒരുവിധപ്പെട്ട സ്ഥലങ്ങൾ എല്ലായിടത്തും പോകും. കാർത്തുങ്കില, നമ്മളെ ഇബ്ര വാലി, പിന്നെ ഉമ്മിലിങ്ങല ആണ് ഇപ്പോൾ മോട്ടോറബിൾ പാസ്, ഏറ്റവും ഹയസ്റ്റ് മോട്ടോറബിൾ പാസ്. ആ പാസ് അതിൽ എഴുതിയിട്ടില്ല. പക്ഷേ
അവിടെയും ഈ പാസ് വെച്ച് പോകാമെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ തിരക്കിയപ്പോൾ പറഞ്ഞത്. അങ്ങനെ നമ്മൾ കരൂലാണ് ഇന്നലെ സ്റ്റേ എടുത്തത്. കരൂന്ന് സ്റ്റേ എടുത്ത വേറൊന്നും കൊണ്ടല്ല, കരൂന്ന് ഉമ്മിങ്ങിലെ പോകാൻ എളുപ്പമെന്ന് പറഞ്ഞിട്ടാണ് എടുത്തത്. പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് ഇതെല്ലാം ഒറ്റ റൂട്ടിലാണ്. അപ്പം ലേ വഴി കയറി എല്ലായിടത്തും പോയിട്ട് ഉമ്മിങ്ങിലോ കയറി ഇങ്ങനെ ഇറങ്ങാം. അങ്ങനൊരു റൂട്ട് കുറച്ച് ഓഫ് റോഡ് ആണെങ്കിലും അതാണ് കുറച്ച് എളുപ്പമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ വീണ്ടും രാവിലെ ലേയിലോട്ട് തന്നെ വിടുവാണ്. അപ്പോൾ എന്തായാലും ഹയസ്റ്റ് മോട്ടോറബിൾ പാസിലോട്ട് പോകണം. 470 രൂപയാണ് ഇവിടുത്തെ ലേ പാസിന്. ഒരു 50 രൂപ എന്തോ ഓൺലൈൻ ചാർജ് ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ നമുക്ക് തന്നെ എടുക്കാം. നമ്മൾ പിന്നെ വെളിയിൽ കൊടുത്താണ് എടുത്തത്. എൻ്റെ മോനെ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ അങ്ങോട്ട് നോക്കിയേ, ഒരുപാട് പടം വരച്ച് വെച്ച പോലില്ലേ മലകൾ. അതിൽ ചില മല മാത്രം മഞ്ഞൂടി കിടപ്പുണ്ട്, ചില മലകൾ അയ്യോ ഒരു രക്ഷയില്ല. എന്താ വ്യൂ! സത്യം പറഞ്ഞാൽ ഇതൊന്നും ക്യാമറ കൂടെ കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ബ്യൂട്ടി മനസ്സിലാവില്ല. എന്റെ മോനെ അത് കറക്റ്റ് ആ മേഘത്തിൽ ടച്ച് ചെയ്ത് നിൽക്കുന്ന പോലത്തെ ഒരു ഫീലുണ്ട് എല്ലാം. എനിക്കൊന്ന് മേഘത്തിനേക്കാളും ഹൈറ്റിലാണോ നിൽക്കുന്നത്, അങ്ങനെ വരെ തോന്നിപ്പോവും. എന്റെ മോനെ എന്താ ബ്യൂട്ടി! ഒരു സൈഡ് മഴ, ഒരു സൈഡ് റിവർ, ഇതാ പച്ചപ്പ് എല്ലാം ഉണ്ട്. എവിടെ എഴുതിയിട്ടുണ്ട് ലേ സ്ട്രൈറ്റ്, കാർഗിൽ, ശ്രീനഗർ. ലേ 26 കിലോമീറ്റർ ഓട്ടോ കേട്ടോ അതിനില്ലേ ഇവിടുന്ന്. രണ്ട് സൈഡും ഇങ്ങനെ മരങ്ങൾ ഇപ്പുണ്ട്. റൈറ്റ് സൈഡിലൊക്കെ കാണുന്ന വീടുകളാണോ എന്ന് എനിക്കറിയാം കേട്ടോ. വീടുകളായിരിക്കണം. ഇവിടേക്ക് ആൾക്കാർ താമസം ഉണ്ടായിരിക്കുമല്ലോ. പക്ഷെ നൈസ് കേട്ടോ, രണ്ട് സൈഡിലും മരങ്ങൾ ഇങ്ങനെ നിന്നിട്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പോകുന്നൊരു ഫീലുണ്ട്. ആ മലയൊന്നും കാണാനില്ലാത്തതുകൊണ്ട് നമ്മുടെ നാട്ടിലൊക്കെ പോകുന്ന അതേ ഫീല് ബൈക്ക് ഓടിക്കുന്നു. ഇവരൊക്കെ സ്കൂൾ ഉച്ചയ്ക്ക് വിടും. നമ്മളിപ്പോൾ ഉച്ച സമയമായി. ഇവരുടെ യൂണിഫോം 2ആണ് കേട്ടോ. എനിക്ക് വലിയ ഐഡിയ ഇല്ല. ചിലർ പാൻറ്റും കോട്ടൊക്കെ ഇട്ടിട്ടുണ്ട്, ചിലർ പക്ഷേ നമ്മുടെ നേപ്പാളിലൊക്കെ കാണുന്ന പോലെ ടിബറ്റിലെ ആ ഒരു സ്റ്റൈലിലുള്ള ഡ്രസ്സ്. ഷോറൂമാണ്. റോയൽ ഫീൽഡ് ഉള്ളവരാരും പേടിക്കണം കേട്ടോ. ഇവിടെ ഇത്രയും വലിയൊരു ഷോറൂം ലേയിലുണ്ട്. നമ്മുടെ വണ്ടി ചെക്ക് ചെയ്യാൻ പോവുക. അതായത് ABSന്റെ സെൻസർ കത്തി കിടക്കുന്നുണ്ട്, അത് ഒന്ന് നോക്കാനായിട്ടായിരുന്നു. അവരിപ്പോൾ ടൂളൊക്കെ വെച്ച് ചെക്ക് ചെയ്യുവാണ്. അവർ മൊത്തം കൺഫ്യൂസ്ഡാ. ഹിമാലയൻ എന്നും പറഞ്ഞ ആദ്യം വരുന്നത്, പക്ഷേ ഇന്റർസെപ്റ്ററാന്ന് പറഞ്ഞപ്പോൾ ഫുൾ സസ്പെൻഷനൊക്കെ ചെക്ക് ചെയ്യുവാണ്. टॉप बॉक्स 15,000 ब्रो. नहीं बैंगलोर ऑटो इंजिना. हाँ एक्चुअली दिस इज हिमालयन का टॉप बॉक्स है. हाँ How much is costed the overall cost? 5000. हाँ 50,000. हाँ 50,000. जैक वायर का जैक ये वाला. നമ്മൾ ലഡാക്കിലുള്ള ഷോറൂമിലാണ് നിൽക്കുന്നത്. ഇതാണ് ഷോറൂം. വലിയ ഷോറൂമൊക്കെയാണ്, പക്ഷെ ഏറ്റവും വലിയൊരു വള്ളി എന്ന് വെച്ചാൽ ഇവിടെ നോർമൽ സർവീസും ചെറിയ ചെറിയ കാര്യങ്ങൾക്കായിട്ട് വന്നാൽ മതി എല്ലാവരും. കാര്യം എനിക്ക് ബാക്കിൽ എൻ്റെ സെൻസർ കേബിൾ ഇവിടെ നിന്ന് കട്ടായിട്ടുണ്ടായിരുന്നു. അതായത് ബാക്ക് ബ്രേക്ക്, റിയർ ബ്രേക്ക്. ഞാൻ ഇവിടെ അവരുടെ ഒന്ന് അറേഞ്ച് ചെയ്യാനോ ഇവർക്ക് കോൾ ചെയ്തിട്ടോ ഇത് എവിടെ ഉണ്ടെന്ന് കണക്ട് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എന്താണ് ചെയ്തതെന്ന് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. നാട്ടിൽ നിന്ന് കൊറിയർ ചെയ്തേക്കുവാണ് ശ്രീനഗറിലെ അഡ്രസ്സിലാണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഓൾറെഡി നമ്മളെ ഈ എക്സ്പൾസിൻ്റെ ഈ ഗ്യാബ്രയില്ലേ ഇത് പൊട്ടിയിട്ടുണ്ട്. അടിയിൽ പൊട്ടലായിട്ട് ഈ സാധാ ഇവിടെ ആയിട്ട് പൊട്ടലുണ്ടോ, ഇവിടെ പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം ഒരിടത്തും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് പുള്ളി ഇത് ഓൾറെഡി അവിടെ നാട്ടിൽ നിന്ന് ഇത് പുതിയൊരെണ്ണം പർച്ചേസ് ചെയ്ത് കൊറിയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങ് വിടാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ നാട്ടിൽ നിന്ന് ഇതിൻ്റെ സെൻസർ കേബിൾ 1050 രൂപയാണ് സെൻസർ കേബിളും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ നാട്ടിൽ നിന്ന് കൊറിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ABS ഇല്ലാതെ വേണം എനിക്ക് ഉമ്മിങ്ങിലെയും കർദുങ്കിലേക്ക് അടിക്കാൻ. അപ്പോൾ ABS വർക്കിംഗ് അല്ല, റിയർ പോയാൽ ഫ്രണ്ടും പോവും. അപ്പോൾ എന്തായാലും നല്ലൊരു സർവീസായിരുന്നു. കാര്യം ജമ്മുവിലോട്ടൊന്ന് ഇവരുടെ ശ്രീനഗർ ഒരു ഷോറൂമൊക്കെ വേറെ ഉണ്ട്. അപ്പോൾ ഇവരോട് ഞാൻ ചോദിച്ചു അവിടുത്തെ ആ സാധനത്തിൻ്റെ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ പോലും 12 മണിക്ക് പറഞ്ഞിട്ട് ഈ സാധനം അവിടെ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ അവർക്ക് ഇതുവരെ പറ്റിയിട്ടില്ല. ഇപ്പോൾ സമയം 5 മണിയായി. ഇതിൽ കൂടുതൽ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാന്ന് എനിക്ക് തോന്നി. ഇനിയിപ്പോൾ ABS ഇല്ലാതെ തന്നെ കർദുങ്കിലെയും ഉമ്മിങ്ങിലേക്ക് അടിക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ പാർട്സ് ഒരാഴ്ച കഴിയുമ്പം എത്തും.
അപ്പോൾ എന്തായാലും എന്നിട്ട് സെൻസർ കേബിൾ പറഞ്ഞിട്ട് ഇനി മാറിപ്പോവാം. അതേ ഉള്ളു വഴി. എന്തായാലും സോ പത്തറ്റിക്. ഏത് ഷോറൂം ഉണ്ടെന്നും പറഞ്ഞ് ആരും എന്ത് പണിയും ചെയ്യാനും പറഞ്ഞ് ധൈര്യമായിട്ട് എടുത്തിട്ട് ഇറങ്ങണ്ട. നോർമൽ സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷേ എനിക്ക് 3 കംപ്ലൈൻ്റാണ് ഞാൻ ഇവിടെ ഷോറൂമിൽ പറഞ്ഞത്. പക്ഷേ 3 പേര് സോൾവ് ചെയ്തിട്ടില്ല. ഒന്ന് സൈഡിലൊരു ചെറിയൊരു ഓയിൽ ലീക്ക് ഉണ്ടായിരുന്നു, അത് ഒരു സൈഡ് വാഷറിൽ നിന്ന് അത് മാറ്റിയിട്ടില്ല. പിന്നെ പറഞ്ഞ സ്റ്റാർട്ടിങ് ട്രബിൾ, ഓൾറെഡി പമ്പ് മാറിയതാണ്. 3 തവണ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും രാവിലെയൊക്കെ. പിന്നെ അത് കുറേ നേരം എടുക്കാറുണ്ട്. ആ സെയിം ഇഷ്യൂ ആണ്, അതവർ ക്ലിയർ ചെയ്തിട്ടില്ല. പിന്നെ സെൻസർ കേബിൾ എവിടെ ഉണ്ടെന്ന് അറിയാനോ ശ്രീനഗർ ഷോറൂമിൽ ഉണ്ടെന്ന് അറിയാനോ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല. അവിടെ ഇല്ലെന്ന് പോലും പറയാനുള്ള ഒരു കോൺടാക്ട് ഇവർക്ക് തമ്മിൽ കണക്റ്റഡ് ഇല്ല. എന്തായാലും ഭയങ്കര പത്തറ്റിക് ആയിട്ടുണ്ട്. ഞാൻ നാട്ടിൽ നിന്ന് സാധനം കൊറിയർ ചെയ്തിട്ടുണ്ട് ഇങ്ങോട്ട്. സോ പത്തറ്റിക്. ഇതാണ് നമ്മളിവിടുത്തെ ഷോറൂം, റോയൽ എൻഫീൽഡ് വെഞ്ചർ. ഒന്ന് വായിക്കാൻ വെയിലടിക്കുന്നു. വെഞ്ചർ തേർഡ് പൂളോ അങ്ങനെ എന്തോ. ഇനി ABS ഇല്ലാതെ വേണം എനിക്ക് ഓടാൻ. കുഴപ്പമില്ല, വെയിറ്റ് അത്യാവശ്യം കെയർ ചെയ്ത് ഓടിക്കാം, അല്ലാതെ വേറെ വഴിയില്ല. हिमालयन 650 मैं चेक करने के लिए आया, चेक करने के लिए। हाँ, रॉयल एनफील्ड का 6 मंथ के बाद आएगा। रनिंग बहुत हेवी नहीं है इसका, रनिंग बहुत तेज नहीं है, रनिंग हाँ बहुत तेज नहीं है। है नहीं, वो 6 मंथ के बाद गाड़ी आएगा, लॉन्च है। हाँ, आप लोग कितना लोग हैं? एक ही बाइक है? 3 बाइक है। सेम सेम 3 बाइक है। टेस्टिंग है। ओ भैया फोटो नहीं किया भैया, अभी टेस्टिंग है, लॉन्च 6। ओके श्योर। ये फोटो मैं खींच दूं? हाँ श्योर। वीडियो बना रहा हूँ। റെക്കോർഡിംഗ് അല്ലേ? ഞാൻ തള്ളി പുതിയ ഹിമാലയൻ 650 ഞാൻ ടെസ്റ്റ് ചെയ്യാൻ കൊണ്ടുവന്നു ഫാറിന്ന്. ഓക്കെ भैया गाड़ी, भैया वो गाड़ी अच्छा है, हिमालयन 650 अच्छा है। हिमालयन 650 अच्छा है, बढ़िया। वो 6 मंथ के बाद आएगा। 6 मंथ के बाद? हाँ 6 लाख है। ये भी है क्या? ये नॉर्मल है, 650 नॉर्मल 650 है। नॉर्मल 650 है। हाँ इंटरसेप्टर? हाँ इंटरसेप्टर है। കർദുങ്കിലെ 39 കിലോമീറ്ററും കർദുങ്ക് 72 കിലോമീറ്ററുമാണ്. എന്നാൽ നമുക്ക് പോകേണ്ട റൂട്ട് വരാൻ നമുക്ക് എന്തായാലും ഇവിടെ ഇന്ന് സ്റ്റേ എടുക്കണം എവിടെയെങ്കിലും. റൂം ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന റൂം. പാർക്കിംഗ് ഒക്കെ ഇവിടെ ആണ്. നമ്മൾ നാളെ കർദുങ്കിലെയും ഉമ്മിയിലേക്കൊക്കെ പോകാൻ ഇവിടെ നിന്നാണ് പോകുന്നത്. അപ്പോൾ വൈഫൈക്കൊക്കെ നല്ല സ്പീഡുണ്ട്. അപ്പോൾ ഇതിലുള്ള വീഡിയോ ഒക്കെ ഇവിടെ നിന്ന് അപ്ലോഡ് ചെയ്യണം. പിന്നെ വണ്ടികൾക്കെല്ലാം നല്ല ടാസ്ക് ഉണ്ട്. അവൻ്റെ വണ്ടി വലിക്കുന്നില്ല, ക്ലച്ചാണോ ഇഷ്യൂ എന്ന് അറിഞ്ഞില്ല. നമ്മളെ ഒന്നെങ്കിൽ പെട്ട് അന്തം വരട രീതിക്ക് ഇവിടെ നിന്ന് പെടും, അല്ലെങ്കിൽ സീനൊന്നും ഇല്ല, നാട്ടിൽ കണ്ടറിയാം.